വെൽക്കം ടു വിദ്യ കൊമേഴ്സ് അക്കാദമി. അടുത്തത് ഗുഡ്വില്ലിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സ് ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുക. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷനിൽ തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കണം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ദ പ്രോഫിറ്റ് ഫോർ 5 years ഓഫ് എ ഫേം are as follows. 2013 rupees 12,000, 2014 rupees 18,000, 2015 rupees 17,000, 2016 rupees 14,000, 2017 rupees 24,000. Calculate goodwill of the firm on the basis of 3 years purchase of 5 years average profit. ഇവിടെ 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ആവറേജ് പ്രോഫിറ്റ് കാണുക. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 12,000 പ്ലസ് 18,000 പ്ലസ് 17,000 പ്ലസ് 14,000 പ്ലസ് 24,000. ആ പ്രോഫിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്തു. ഡിവൈഡഡ് ബൈ എത്ര വർഷത്തെ പ്രോഫിറ്റാ? 5 വർഷത്തെ പ്രോഫിറ്റ് ആണ്. ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 17,000 എന്ന് കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ്. ഇനി ഗുഡ്വില്ല് കാണാൻ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ്. ഇവിടെ തന്നിരിക്കുന്നത് 3 years പർച്ചേസ്ഡ് എന്നാണ്. അതുകൊണ്ട് 3 വെച്ച് ഇൻറ്റു ചെയ്യുക. ഇവിടെ മിക്ക കുട്ടികളും ഇവിടെ 3 years എന്നും 5 years എന്നും കിടക്കുന്നതുകൊണ്ട് 5 ഇട്ട് ഇൻറ്റു ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ച് വായിക്കുക. ഇയേഴ്സ് പർച്ചേസിന്റെ കൂടെ കിടക്കുന്നത് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ 3 ആണ് ഇവിടെ വരുന്നത്. 3 years പർച്ചേസ്. അപ്പൊ ഇവിടെ നമുക്ക് ഗുഡ്വില്ലിന്റെ എമൗണ്ട് 51,000 ആണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇയർ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, നമുക്ക് ഇയർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസും തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് തന്നിരുന്നത്. ഇവിടെ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ തരും. അപ്പൊ ഇവിടെ 2014 പ്രോഫിറ്റ് ആണ്, 2015 ലോസ് ആണ്, 2016 പ്രോഫിറ്റ്, 2017 ലോസ്, 2018 പ്രോഫിറ്റ്. അപ്പൊ നിങ്ങൾ പ്രോഫിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് ലോസ് അതിൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് കാണാനായിട്ട് ഇവിടെ 2 lakh ഉണ്ട്. 2 lakh മൈനസ് 2 lakh പ്ലസ് 1,80,000 പ്ലസ് മൈനസ് 50,000 പ്ലസ് 90,000. അപ്പോൾ പ്രോഫിറ്റ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മൈനസ് കൊടുത്തിരിക്കുന്നത് ലോസിനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ 4 lakh ആണ്. 4 lakh ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 80,000 എന്ന് കിട്ടും. 80,000 ഇൻറ്റു 3 ചെയ്താൽ ഗുഡ്വില്ല് കിട്ടും. 2,40,000 ആണ് ഗുഡ്വില്ല്. നെക്സ്റ്റ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. A firm's profit for the last 3 years and their respective weights are given below. ഇവിടെ ഇയർ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, വെയിറ്റും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് ഫേംസ് ഗുഡ്വിൽ ഓൺ ദ ബേസിസ് ഓഫ് 2 years പർച്ചേസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 3 years. ഇവിടെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിക് ഗുഡ്വില്ല് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 കോളം വരയ്ക്കുക. ഇയർ, പ്രോഫിറ്റ്, വെയിറ്റ്, പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഇൻറ്റു വെയിറ്റ് ആണ്. ഇനി പ്രൊഡക്റ്റിന്റെ ടോട്ടൽ ആണ് സം ഓഫ് പ്രൊഡക്റ്റ്, വെയിറ്റിന്റെ ടോട്ടൽ സം ഓഫ് വെയിറ്റ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു
സം ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ സം ഓഫ് വെയിറ്റ്. അപ്പോൾ ഇവിടെ 6 lakh ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ 1 lakh കിട്ടും. അതാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ്. അപ്പോൾ 1 lakh ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2 lakh ആണ് നമുക്ക് ഗുഡ് വിൽ കിട്ടുന്നത്. നെക്സ്റ്റ് മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. The book of Shaija and Sunda showed that the capital employed in their business as on 31st March 2017 was rupees 3 lakh and 2 lakh respectively. On admission of Sudha, they agreed to value goodwill of the firm on the basis of 3 years purchase of the average super profit for the last 5 years. The normal rate of return of similar business is 10%. The profit of last 5 years were. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് ആവറേജ് പ്രോഫിറ്റിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ച് ചെയ്യരുത്. ഇവിടെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തരുന്നത് സൂപ്പർ പ്രോഫിറ്റിനാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ക്യാപിറ്റലും തന്നിട്ടുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആദ്യം നിങ്ങൾ ആവറേജ് പ്രോഫിറ്റ് കാണുക. അതായത് സൂപ്പർ പ്രോഫിറ്റ് കാണണമെങ്കിൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും വേണം. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കാണാൻ ആദ്യം ഈ പ്രോഫിറ്റ് എല്ലാം ആഡ് ചെയ്യുക. എത്ര വർഷത്തെ പ്രോഫിറ്റാ? 1 2 3 4 5. അപ്പോൾ 5 ഇയേഴ്സിലെ ആയതുകൊണ്ട് 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് ആവറേജ് പ്രോഫിറ്റ്. ഇപ്പോൾ 60,000 നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടി. നെക്സ്റ്റ് നോർമൽ പ്രോഫിറ്റ് കാണുക. നോർമൽ പ്രോഫിറ്റ് കാണാൻ ഇവിടെ ക്യാപിറ്റൽ തന്നിരിക്കുന്നത് 3 lakhും 2 lakhും ആണ്. അപ്പോൾ 5 lakh ആണ് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ വരുന്നത്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ഒന്ന് ചേഞ്ച് ആയി. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ വരുന്നത് 1,50,000 ആണ് ഇവിടെ ക്യാപിറ്റൽ വരുന്നത്. ആ 1,50,000 ഇൻറ്റു 10/100. അപ്പോൾ ഇവിടെ 15,000 ആണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ വരുന്നത്. 5 lakh ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് 5 lakh ഇൻറ്റു 10% ആണ് വരുന്നത്. എമൗണ്ട് 50,000 എന്ന് കിട്ടും നോർമൽ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് കാണാൻ ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 10,000 കിട്ടും. ഗുഡ് വില്ല് കാണാൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് 3 years പർച്ചേസ്ഡ് എന്നാണ് തന്നിരിക്കുന്നത്. 3 years പർച്ചേസ്ഡ്. അപ്പോൾ 3 വെച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഗുഡ് വില്ല് കിട്ടും. 30,000 എന്നാണ് ഗുഡ് വില്ലിന്റെ എമൗണ്ട് കിട്ടുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. Their total capital stands rupees 1,50,000. The market rate of interest is 10%. Both partners are getting an annual salary of rupees 5,000 each. The profit for the year for the last 3 years were 35,000, 33,000, 40,000. The goodwill is to be valued at 2.5 years purchase of last 3 years super profit. Calculate goodwill of the firm. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ആദ്യം കാണുക. 3 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അത് ടോട്ടൽ ചെയ്ത് ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ഇത് സൂപ്പർ പ്രോഫിറ്റിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിനകത്ത് സാലറി തന്നിട്ടുണ്ട്. അപ്പൊ ഈ സാലറി തന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടതിന് ശേഷം ആ എമൗണ്ടിൽ നിന്ന് സാലറിയുടെ എമൗണ്ട് കുറയ്ക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് 36,000 ആണ്. അതിൽ നിന്ന് സാലറി കുറയ്ക്കുക. 5,000 അല്ല കുറയ്ക്കേണ്ടത്, ബോത്ത് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോത്ത് പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ 2 പാർട്ട്നേഴ്സിനും ഉണ്ട്. അപ്പോൾ 5,000 വെച്ച് 2 പാർട്ട്നേഴ്സിന് എന്ന് പറയുമ്പോൾ
10,000 റുപ്പീസ് വന്നു, അതുകൊണ്ടാണ് സാലറി 10,000 കുറച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് സാലറി കുറച്ചതിന് ശേഷമുള്ളത് 26,000 ആണ്. നെക്സ്റ്റ് നോർമൽ പ്രോഫിറ്റ് കാണുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 1,50,000 ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് 10% ആണ്. അപ്പൊ നമുക്ക് നോർമൽ പ്രോഫിറ്റ് 15,000 എന്ന് കിട്ടി. സൂപ്പർ പ്രോഫിറ്റ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ചെയ്യുക, അപ്പോൾ 11,000 കിട്ടും. ഗുഡ് വിൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ്. ഇവിടെ 11,000 ഇൻറ്റു 2.5. 2.5 എന്ന് പറയുന്നത് 2.5 ആണ്. അത് ഗുഡ് വില്ല് 27,500 എന്ന് കിട്ടും. നെക്സ്റ്റ് മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും ഉണ്ട്. അതിന്റെ ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെക്കണം. A business has earned average profit of rupees 1 lakh during the last few years, and the normal rate of return is in a similar business is 10%. Ascertain the value of goodwill by capitalization of average profit method, given that the value of net asset of the business is rupees 8,20,000. Okay. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിൽ, അതായത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടിട്ട് വേണം ഗുഡ് വില്ല് കാണാനായിട്ട്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/NRR. ആവറേജ് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് 1 lakh ആണ്. 1 lakh ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് 10% ആണ്. അപ്പൊ 10 എന്ന് കൊടുക്കും. അവിടെ നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടുന്നത് 10 lakh ആണ്. ഓക്കെ. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ്. അപ്പൊ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്കിപ്പോൾ കിട്ടി 10 lakh ആണ്, മൈനസ് നെറ്റ് അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 8,20,000. ഗുഡ്വില്ല് 1,80,000 ആണ്. അപ്പൊ ഇവിടെ നെറ്റ് അസറ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നെറ്റ് അസറ്റ് തരാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അസറ്റിൽ നിന്ന് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കുറയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. അതൊരു എളുപ്പമുള്ള മെത്തേഡാണ്. രാമു ആൻഡ് ബ്രദേഴ്സ് average profit of rupees 40,000 and a capital of rupees 3 lakh. The normal rate of return in the business is 10%. Using capitalization of super profit method, work out the value of goodwill of the firm. ആദ്യം സൂപ്പർ പ്രോഫിറ്റ് കാണുക. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 40,000 മൈനസ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ചെയ്താൽ മതി. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇവിടെ 3 lakh ആണ്, ഇൻറ്റു നോർമൽ റേറ്റ് 10% ആണ്. അപ്പൊ നമുക്ക് നോർമൽ റേറ്റ് 30,000 എന്ന് കിട്ടും. അപ്പോൾ 40,000 ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് 30,000 നോർമൽ പ്രോഫിറ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. നെക്സ്റ്റ് ഗുഡ്വില്ല് കാണാൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100/NRR, അതായത് 10 ചെയ്താൽ മതി. ഇപ്പൊ 10,000 ഇൻറ്റു 100/10 ചെയ്യുമ്പോൾ 1 lakh എന്നാണ് നമുക്ക് ഗുഡ്വില്ല് കിട്ടുന്നത്. ഇത്രയും മെത്തേഡാണ് ഗുഡ്വില്ലിൻ്റെത്.